ലോകത്തെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു കുടുംബത്തെ പിടിച്ചുലച്ച വമ്പൻ വാർത്തയെക്കുറിച്ചാണ്. രാജകുടുംബത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തെക്കുറിച്ചാണ്. അതെ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രൂ രാജകുമാരൻ അറസ്റ്റിലായിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ബ്രിട്ടൻ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. എലിസബത്ത് രാജ്ഞിയുടെ പ്രിയപ്പെട്ട മകൻ ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ആരോപണ നിഴലിലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കേവലം ഒരു ആരോപണം എന്നതിലുപരി ഗൗരവകരമായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഈ നടപടി. ഈ അറസ്റ്റ് ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുമോ? ചാൾസ് രാജാവ് തന്റെ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ? നോക്ക്, എന്താണ് ആൻഡ്രൂ രാജകുമാരനെ ഇത്ര വലിയ കുരുക്കിലാക്കിയത്? പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. ശതകോടീശ്വരനും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ആൻഡ്രൂവിന്റെ സൗഹൃദമാണ് ഇതിന്റെ എല്ലാം തുടക്കം. എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ദ്വീപുകളിലും വസതികളിലും നടന്ന പെൺവാണിഭ സംഘങ്ങളിൽ ആൻഡ്രൂ സജീവമായിരുന്നുവെന്നാണ് ആരോപണം. വിർജീനിയ ഗിഫ്രെ എന്ന യുവതി തനിക്ക് 17 വയസ്സുള്ളപ്പോൾ ആൻഡ്രൂ തന്നെ പീഡിപ്പിച്ചുവെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങളോളം ഈ കേസുകൾ സെറ്റിൽമെന്റിലൂടെയും സ്വാധീനം ഉപയോഗിച്ചും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പുതിയ തെളിവുകളും സാക്ഷിമൊഴികളും പുറത്തു വന്നതോടെ ലണ്ടൻ പോലീസ് ആൻഡ്രൂവിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയായിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മനുഷ്യക്കടത്ത്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. എലിസബത്ത് രാജ്ഞി ജീവിച്ചിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ആ ഒരു സംരക്ഷണം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. വർഷങ്ങളായി ആൻഡ്രൂ രാജകുമാരൻ ഈ കേസുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. രാജ്ഞി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിവരെ സംരക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ചാൾസ് രാജാവ് അധികാരമേറ്റതോടെ രാജകുടുംബത്തിന്റെ ഇമേജ് സംരക്ഷിക്കാൻ ആൻഡ്രൂവിനെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും നേരത്തെ തന്നെ മാറ്റി നിർത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇത്ര വലിയ ചർച്ചയാകുന്നത്? ബ്രിട്ടീഷ് രാജഭരണം നിലനിൽക്കുന്നത് ജനങ്ങളുടെ ബഹുമാനത്തിന്മേലാണ്. എന്നാൽ ആൻഡ്രൂവിനെ പോലെയുള്ള ഉന്നതർ ഇത്തരം ക്രിമിനൽ കേസുകളിൽ കുടുങ്ങുമ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത് നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു രാജകുടുംബം എന്നാണ്. അബോളിഷ് ദി മൊണാർക്കി എന്ന ഹാഷ്ടാഗുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഈ അറസ്റ്റ് കൊട്ടാരത്തിനുള്ളിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചാൾസ് രാജാവ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് തന്റെ സ്വന്തം സഹോദരൻ, മറുവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജകുടുംബത്തിന്റെ അന്തസ്സ്. ആൻഡ്രൂവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ബ്രിട്ടനിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കും. കാരണം സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഈ രാജകുടുംബം ആഡംബര ജീവിതം നയിക്കുന്നത്. ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ ഈ പണം ഉപയോഗിക്കുന്നത് ജനങ്ങൾ അനുവദിക്കില്ല.